ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ എന്താ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് വ്ളോഗാണ് ഇന്ന്. 4 മണിക്കത്തേക്ക് ഒരു ചെറിയ നമ്മുടെ പഴയ 4 മണി പലഹാരം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം ഞാനത് എടുക്കാനൊക്കെ ഇന്നത്തെ പ്രത്യേകിച്ച് വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. പകല് വേറെ കുറേ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ നടന്നു. പിന്നെ മഴ, നല്ല രീതിക്ക് മഴ കിട്ടുന്നുണ്ട്. ഇപ്പം തണുപ്പൊക്കെ ആയി തുടങ്ങി കേട്ടോ. ഇപ്പം തണുപ്പൊക്കെ ആകാറായി. മറ്റേത് എന്നാലും അടുക്കള ഇച്ചിരി നിന്നപ്പോഴത്തേക്ക് ആവി എടുക്കാൻ തുടങ്ങും കേട്ടോ. അപ്പം ഞാൻ 4 മണിക്കത്തേക്ക് 4 മണിയൊന്നും കേട്ടോ, 4 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പം വൈകിട്ടത്തേക്ക് ചുമ്മാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട്. ഇപ്പം കുമ്പളപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്, കുറച്ച് ചക്കപ്പഴമേ ഉള്ളൂ. അപ്പം അതൊന്ന് സെറ്റാക്കി എടുത്ത് ഞാൻ എങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പം വീഡിയോ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ, മറക്കാതെ. അപ്പം ഞാൻ കുമ്പളപ്പത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. ഈ പിള്ളേർ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് ഇടയ്ക്ക്, അത് എന്റെ ശ്രദ്ധ ഇടയ്ക്ക് വിട്ടു പോകുന്നു. അച്ഛൻ അവിടെ നിന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് വീഡിയോ വന്ന് കാണുമല്ലോ. ഞാൻ കണ്ടില്ല കേട്ടോ. ഈ പിള്ളേരൊക്കെ സമ്മതിക്കരുത്, വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. പാവം എഴുതി ഒട്ടിക്കണം. ഞാനും കണ്ണനും കൂടെ വഴനേല പറിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ കാണുന്ന വഴിയാണ്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വഴിയാണ്. ഇവിടെ നമ്മുടെ സ്ഥലമായിരുന്നു, അതൊക്കെ വഴിക്ക് പോയതാണ്. അപ്പം അവിടുന്ന് നേരെ ഇനി അപ്പുറത്തൊരു പറമ്പാണേ, മൊത്തം കാടാന്നേ. അവിടെ നേരത്തെ റബ്ബറൊക്കെ ആയിരുന്നു. അപ്പോൾ റബ്ബറൊക്കെ വെട്ടിയപ്പം ഈ വഴനയുടെ ഒത്തിരി തൈ ഇങ്ങനെ തീർപ്പുണ്ടായിരുന്നു. മൊത്തം അതെല്ലാം ഈ JCB കൊണ്ടൊക്കെ വന്ന് തടിയെടുക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം അങ്ങ് പോയായിരുന്നേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ പൊട്ടിക്കിളത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് ഒരു അറിവില്ല. അപ്പോൾ നോക്കാണ്ട് പോകും. നേരത്തെ നമ്മുടെ പറമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു തൈകളായിട്ടായിരുന്നു. പക്ഷേ അതെല്ലാം വെട്ടി എല്ലാം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഒരൊറ്റ കുഞ്ഞു തൈകൾ പോലും ഇല്ല, ഒരു നാമ്പ് പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അങ്ങ് താഴെ പറമ്പിലായിട്ട് നിൽപ്പുണ്ട്. അതിലോട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ എല്ലാം കല്ല് കെട്ടിയേക്കും, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ, ഇതുവഴി ഇറങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പം അവിടെ നിൽക്കുന്ന കണ്ടു. അപ്പോൾ കണ്ണൻ എണ്ണുമ്പോഴത്തേക്ക് ഇവൻ അമ്മ ചാടി ഓടി അതുവഴിയൊക്കെ പോയി പറിച്ചുകൊണ്ടൊക്കെ തരും. അതിനാണ് ഞാൻ അവനെയും കൊണ്ട് പോയത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇപ്പുറത്തെ സൈഡിൽ കൂടെ തൊട്ടപ്പുറത്ത് വീട്ടിലെ സാൽച്ചീച്ചറൊക്കെ വീണ്ടും അതുവഴി അങ്ങോട്ട് ഇറങ്ങാനായിട്ട് വഴിയുണ്ട്. അപ്പോൾ അതുവഴി അങ്ങോട്ട് ഇറങ്ങിപ്പോയി മേടിക്കാൻ നിർത്തും. അതിനകത്തേക്ക് പാമ്പൊക്കെ ഉണ്ടെന്നേ, അതാ പേടി ഇറങ്ങാനായിട്ടേ. നല്ല പോലെ ഉണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അതിനകത്ത്, എല്ലാം ഉണ്ട്, കീരി പാമ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊക്കെ ഇറങ്ങാനായിട്ട് വൈകുന്നേരം കഴിഞ്ഞാൽ പന്നി വരെ ഉണ്ട് അതിനകത്ത്. പന്നിയുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞേക്കാം, അതുവഴിയൊക്കെ പന്നി ഓടുന്നതാണെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇനി ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി അപ്പുറത്തോട്ട് പോയി വഴുതനയിലൊക്കെ പറിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ അവിടുന്ന് വഴുതനയിലെല്ലാം പറിച്ചപ്പോൾ എൻ്റെ പച്ചക്കറിയൊക്കെ ഇവിടെ നിൽക്കുന്നത് നോക്കിയാൽ കാണാം കേട്ടോ. ഇവിടെ നേരത്തെ ഒരു മരം നിൽക്കുന്നുണ്ട്, അവിടെ എല്ലാം മറയായിരുന്നു. അപ്പോൾ അവിടെ പയറൊക്കെ നിൽക്കുന്ന ദൂരെയാണ്, എന്നാലും കാണാം, കുറച്ചൊക്കെ കാണാം. അപ്പം ഞാനും കണ്ണനും കൂടെ അവിടെ നിന്ന് ഇനി ഇവിടെ മഴയൊക്കെ പെയ്ത് ചെളിയെല്ലാം പിടിച്ച് കിടക്കുക, ഒന്ന് ഇതായാൽ മതി തെന്നി വീഴാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ ഇനി ആ പറമ്പിലോട്ട് പോയി കുറച്ച് വഴുതനയിലയൊക്കെ ഇനി പറിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ അവിടെ ഇറങ്ങാൻ ഇച്ചിരി പാടാണ് അങ്ങോട്ട്, എന്നാലും കുഴപ്പമില്ല. ഇവന് കാലിന് നല്ല നീളമുള്ളതുകൊണ്ട് ഇവൻ ചാടി ഇറങ്ങി പറിക്കും. അപ്പോൾ വഴുതനയിലെല്ലാം പറിച്ചു. ഞങ്ങൾ ഇനി അവിടുന്ന് നേരെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ വഴുതനയില വന്ന സംഭവമാണ് ഞാൻ കാണിച്ചത്. ഓരോരുത്തും ഓരോ സ്ഥലവും ഓരോ പേരായിരിക്കും അതിന് പറയുന്ന ഓരോ സ്ഥലത്തും. പക്ഷേ ഇവിടെയൊക്കെ വഴുതനയില പറയും, ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് കുമ്പളയില പറയും. കുമ്പളപ്പം ഉണ്ടാക്കുന്നതിനാണ് കുമ്പളയില പറയുന്നത്. അപ്പം അതൊക്കെ പറിച്ചുകൊണ്ടപ്പോൾ നമ്മുടെ മാവേലൊരു കുഞ്ഞ് മാങ്ങ പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി, അത് ആരും കണ്ടില്ല. ഈ സൈഡിലൊരു കുഞ്ഞാമ്പൽ, ഇപ്പോൾ ഈ മാങ്ങ അങ്ങോട്ട് വലുതാകുന്നില്ല, കുഞ്ഞായിരിക്കുമ്പോഴേ അങ്ങ് പഴുത്ത്. പക്ഷേ ഇതിന് മാങ്ങാണ്ടി നല്ലപോലെ ഈ വിളഞ്ഞ മാങ്ങയുടെ കൂട്ടാണ് ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അതും എല്ലാം കണ്ട് ഞങ്ങളിവിടെ ചപ്പ് കണ്ടു. ഈ സൈഡിൽ മൊത്തം മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ചപ്പ് അങ്ങോട്ടാവുമേ. എന്നിട്ട് കിളുത്ത് നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞത് വലിച്ച് പറിച്ച് കളയാൻ പറ്റുമെങ്കിൽ എന്നിട്ട് ഭയങ്കര കട്ടി അതിൻ്റെ വേരിന്, ഒരുമാതിരി പന്ന ചപ്പ. അപ്പോൾ അത് പറിച്ചെല്ലാം കളഞ്ഞേച്ച് അവരൊന്ന് ഈ കോൺക്രീറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിനോട് ചേർത്ത് അങ്ങോട്ട് ഇടാതെ കോൺക്രീറ്റ് ചെയ്ത് വിട്ട്. അത് അങ്ങനെ ചേർത്ത് വിട്ടിരുന്നെങ്കിൽ അതവിടെ കിളുത്ത് കയറുകയല്ലായിരുന്നു. പിന്നെ ഉണക്കൊക്കെ ആകുമ്പോൾ വലുതായിട്ട് അങ്ങനെ കിളുക്കുകയില്ല. മഴയൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവിടുന്ന് ഇവിടുന്ന് കൊരണമൊക്കെ അങ്ങോട്ട് കിളുത്ത് കയറി വന്നാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് പടർന്ന് പന്തലിച്ച മാതിരിയാകും. അപ്പോൾ കണ്ണനോട് അതെല്ലാം ഒന്ന് പറിച്ച് കളയാൻ പറഞ്ഞാൽ അവൻ അതൊക്കെ പറിച്ച് കളഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ഫോണും കുമ്പളയിലൊക്കെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ അത് പറിച്ചൊക്കെ കളയുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ച് നമ്മുടെ മുറ്റത്തോട്ട്, ഇനിയിപ്പോൾ മഴയാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് അങ്ങനെ കയറ്റമൊന്നും കാണത്തില്ല. അന്നേരം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് ഇവിടെയൊക്കെ ശ്രദ്ധിക്കുന്നത്, അല്ലാതെ അങ്ങനെ ഇങ്ങോട്ടൊരു നോട്ടമൊന്നുമില്ല. പിന്നെ ഈ ഇടയ്ക്കൊന്ന് തൂത്തൊക്കെ വൃത്തിയാക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഈ കാടുമൊക്കെ പറിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ചെടിയാട്ടോ, നല്ല ഈ ഒരുമാതിരി കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സൈസ് ഒരു പൂവിൻ്റെ സൈസ് ചെടിയാണ്. അപ്പം കണ്ണൻ മതിലൊക്കെ ചാടി ഇറങ്ങി. ഞാൻ അവനോട് ഗേറ്റ് ഒന്ന് അടയ്ക്കാൻ പോകുമ്പോഴത്തേക്കാൻ പറഞ്ഞ് അമ്മ അടച്ചിട്ട് പോന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കുമ്പളയിലയൊക്കെ പറിച്ചിനി കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണേ. കുറച്ച് ചക്കപ്പഴമേ ഉള്ളൂ കേട്ടോ, ഞാൻ എൻ്റെ കുരു കളഞ്ഞൊന്നും എടുക്കട്ടെ. വേണ്ട, അട്ടൂട്ട സഹായിക്കണ്ട, എനിക്ക് തന്നെ ചെയ്യാൻ അറിയാം. ഒട്ടും വേണ്ട.
കൂഴച്ചക്കപ്പഴമായിട്ട് ഇങ്ങനെ പീച്ചി എടുക്കാൻ പറ്റും. വേണ്ട, നീ പീച്ചുണ്ട എനിക്കറിയാം. ഏതെങ്കിലും പീച്ച് എല്ലാം ഒന്ന് എടുക്കട്ടെ. ചക്കപ്പഴം എല്ലാം ഞാൻ കുരു കളഞ്ഞ് മിക്സിയിലോട്ടൊന്ന് എടുത്തേ. ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരട്ടെ. തേങ്ങ ചേർത്തിപ്പോൾ വെച്ചതൊന്ന് കഴന്നു പോയായിരുന്നേ. അപ്പം ഞാൻ ആ മിക്സിയിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത. അല്ല, കഴന്ന് ഇടുന്ന അതിന് ഇതാകും. ഇതിനകത്തൊരു തേങ്ങ വറുത്ത് ചേർക്കുമോ കപ്പലണ്ടി ചേർക്കുമോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല, സാധാരണ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയും ഏലക്ക ചേർക്കുന്നുണ്ട്. ഏലക്കായും പിന്നെ ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ ചേർക്കും. ഇപ്പോൾ ചക്ക അരച്ചെടുത്തതും തേങ്ങ ചിരണ്ടിയതും കൂടാണേ. ഏലക്ക പൊടിച്ചതും പിന്നെ ജീരകപ്പൊടിയും കൂടെ ചേർത്തേ. ഞാൻ ഇത് അരിപ്പൊടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടിക്കകത്തും ഉണ്ടാക്കും. പക്ഷേ ഇവിടെ ഈ ഗോതമ്പ് പൊടിക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി കട്ടിയാണ്. അരിപ്പൊടിക്കകത്ത് ഉണ്ടാക്കുമ്പോൾ അത്രയും കട്ടി വരത്തില്ല. ഇവിടെ ഇവർക്ക് ഈ ഒരുപാട് കട്ടിയിലിരിക്കുന്ന ഇഷ്ടമല്ല. ഇതിലേക്ക് ഇനി ശർക്കരയും കൂടെ ചേർക്കുവേ. ഇത്രയൊന്ന് കുഴച്ച് വെച്ച് ശർക്കര എടുത്തോണ്ടോട്ടെ. ശർക്കര ഞാൻ പാനിയാക്കി അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇവിടെ ഇവർക്ക് നല്ലപോലെ മധുരമൊക്കെ വേണം. അതിന് എന്നോട് പറയും ശർക്കര നല്ലപോലെ അമ്മ അങ്ങ് ചേർത്തോളാൻ പറയും. ഞാൻ നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യട്ടെ. മാവെല്ലാം നല്ലപോലെ ഞാൻ കുഴച്ച് കേട്ടോ. കുഴച്ച് വെച്ച് ഇനി ഇലയിലേക്ക് ഞാൻ ഇതുണ്ടോ ഇതിങ്ങനെ കുമ്പിള് കുത്തി ഇതിലേക്ക് ഇനി ഇലയൊക്കെ തുടച്ചെടുത്താണേ. എന്നാ പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഉണ്ടാക്കുന്നതിൻ്റെ ഉണ്ടല്ലോ ഈ ഇലയുടെ ഒരു രുചി, അതൊരു പ്രത്യേകതയാണ്. അതിൻ്റെ ഒരു രുചി മണവും എല്ലാം ഇതുണ്ട്. ഇതുപോലെ ഇനി എല്ലാം ഒന്ന് എടുക്കട്ടെ. അടുപ്പിലാണ് വെച്ചത്. അടുപ്പിൽ തീ കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. ഗ്യാസ് എല്ലാമ്പോഴത്തേക്കും ഒത്തിരി നേരം ഇരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഗ്യാസ് പെട്ടെന്ന് തീരും. വിറകുണ്ടെങ്കിൽ ഞാൻ അടുപ്പേ വെക്കും കേട്ടോ. വിറകില്ലാതൊക്കെ വരുമ്പോഴാണ് ഗ്യാസ് ആശ്രയിക്കുന്നത്. ഇതിവിടെ നിന്ന് വേട്ടെ. എന്നിട്ട് ഇനി കുറച്ചും കൂടെ ഉള്ളൂ, ഒത്തിരി ആകുമ്പല്ലേ, കുറച്ച് ചക്കപ്പഴമേ ഉള്ളായിരുന്നു. അച്ചും കണ്ണനും കുമ്പളപ്പം വെന്തോന്ന് ചോദിച്ച് നിൽക്കുക കേട്ടോ. രണ്ടുപേർക്കും ഇഷ്ടമുള്ള സാധനമാണ്, അതുകൊണ്ടാണ്. വെന്ത് കേട്ടോ. തവിയിൽ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ പോയി. നല്ല ചൂടുണ്ട്. അടുപ്പിൽ നിന്ന് എടുക്കുന്നതിന് പിന്നെ നല്ല ചൂട് കാണത്തില്ലേ അല്ലേ? നമ്മുടെ കുമ്പിളപ്പം സെറ്റ്. എവിടെ പോടാ?
സെറ്റായി. നല്ല ചൂടാണ്. ചൂടാറിയിട്ടേ കഴിക്കാവുള്ളൂ. ചൂടോട് കൂടി എടുത്ത് തിന്നിച്ച് വാ പുള്ളി എന്ന് പറയില്ല. ചൂടാച്ചു. മധുരമുണ്ടോ? അടിപൊളി. നല്ല മധുരമുണ്ട്. കൊള്ളാടാ. ചൂടല്ലേടാ നീ? ചൂടല്ലേ? വാവള്ളല്ലേ? ടേസ്റ്റ് ഉണ്ടോ? ആണ് താഴെ വീഴുന്നു കണ്ടോ? ഞാൻ ഇത് ഇലയിൽ മാറ്റി ചെറിയ ചെറിയ പീസാക്കി വെച്ചേക്കണം ഒന്ന് ചൂടാറാനായിട്ട്. നല്ല ടേസ്റ്റായിട്ട് ആ കുമ്പളപ്പത്തിൻ്റെ ഒക്കെ ആ ഒരു ഇലയുടെയൊക്കെ നല്ല രുചിയുണ്ട്. ഇങ്ങനെ ട്രാ കഴിച്ചിട്ട് ചക്കപ്പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും ഇല്ലേ? തിന്നണ്ടടാ കേട്ടോ. എന്നാ ഉണ്ടാക്കി കൊടുത്താലും ഉണ്ടല്ലോ കൊള്ളത്തില്ല എന്ന് പറയുകയും ചെയ്യും, മൊത്തം തിന്ന് തീർക്കുകയും ചെയ്യും. അപ്പം എന്നെ ഉണ്ടാക്കിയാലും പറയും കൊള്ളത്തില്ല, മൊത്തം തിന്നുകയും ചെയ്യും. മതി ഇനി തിന്നണ്ട കേട്ടോ, കൊള്ളത്തില്ലല്ലോ. കണ്ടോ? അയച്ചു കഴിച്ചേക്ക്. എല്ലാരും തിന്നില്ലെങ്കിൽ കൊള്ളാടി. അയ്യോ കണ്ണാ, കുമ്പളപ്പം കൊള്ളുകയില്ലാത്തോണ്ടാണ് അവിടെ മിച്ചം വന്നേക്കുന്നത്. കുമ്പളപ്പം കൊള്ളുകയില്ലാത്തോണ്ടാണ് മിച്ചം വന്നേക്കുന്നത്. എവള് തീർത്ത് ആണോടാ? നീ തന്നെ എടുത്ത് കഴിച്ചേച്ച്. ഓ ആരാടി കഴിച്ച അവസാനത്തെ? നിനക്ക് തന്നില്ലേ ഒട്ടും അന്നേരം? അതുകൊണ്ട് കണ്ണൻ ഉണ്ടാക്കിയത് മൊത്തം മിച്ചം ഇരിക്കുന്നു. എനിക്ക് വയ്യ, പാവം കൊച്ച് കഴിച്ചുമില്ല ഒന്നുമില്ല. ഇന്ന് ഇടയ്ക്ക് ഒരു ഇച്ചിരി നേരം ഒന്ന് തോർന്നു കേട്ടോ വൈകിട്ട്. അത് കഴിഞ്ഞ് പിന്നെയും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അയ്യോ എന്നാ പ്രാണിയാന്ന് നോക്കിയാൽ ഇവിടെ മുഴുവനും. അയ്യോ ഈ കതക് തുറന്നിടുവേ വേണ്ട കേട്ടോ, അപ്പടി പ്രാണിയാ കണ്ടോ. ഇവിടെ ഇത് കടിക്കുന്ന പ്രാണിയാ. കേറ്, പെരക്കകത്തോട്ടും കൂടെ കയറും.